ഹലോ. ഹലോ ചന്ദ്ര. ഹലോ ഹലോ. സോ കയ്യിൽ വെപ്പൺസ് ഒക്കെ ഉണ്ട്. ജസ്റ്റ് ഹോട്ട് ബാറിൽ നിന്ന് മാറ്റി വെച്ചേക്കണേ. നമ്മുടെ അങ്ങനെ ഒരു പരിപാടികളും ഇല്ല. റേഡിയോ 223 ജോയിൻ ചെയ്തോ. ഓക്കെ. അതിനകത്ത് ജസ്റ്റ് ഫാമിലി നെയിമും പേഴ്സണൽ നെയിമും കൂടെ ഒന്ന് ഇട്ടിരുന്നാൽ മതി. ഓ ഓക്കെ ഓക്കെ. 223 223 ഓക്കെ പറ്റാ. അതെ വരുന്നിട്ട്. ഓക്കെ ഓക്കെ അവിടെ മീറ്റിംഗ് ലൊക്കേഷനിലോട്ട് പോകാം. ഓക്കെ താങ്ക്സ്. ഇതാരാ? ഒരു സെക്കൻഡ്. ബ്രോ ഓക്കെ പോ വരിക അണ്ണാ വരിക വസന. ഇതെപ്പോഴാ സ്റ്റാർട്ട് ചെയ്യണേ? ഒരു 10 minutes. ഓക്കെ. ഒരു മിനിറ്റ്, ഒരാൾ വിളിച്ച. അതെ ഫുഡ് എന്ത് ഫുഡ് അകത്തുണ്ടോ? അകത്തും തരും. ആ ഓക്കെ ഓക്കെ. അതെ എപ്പടങ്ങി വിശപ്പേണ്ണ. എന്താടാ? ഹലോ ഒരു മിനിറ്റ് എടാ. ആ ഒരു സെക്കൻഡ്. ആ പറഞ്ഞു. അതെ. നീക്കണോ? ഞാൻ പറഞ്ഞേക്കാം. നല്ല തൊടയെന്നോ വരം എണ്ണിക്കാൻ പറ്റത്തില്ല. ചന്തിയിലോട്ടാ നോട്ടോ എല്ലാത്തിന്റെ. ആണുങ്ങൾ പോലും സേഫ് അല്ല. ഹലോ അകത്തോട്ട് കേറിക്കോട്ടെ. നമ്മളെ ബാക്ക് ബെഞ്ചറാണ്. ബാക്കിൽ പോയിരുന്നോട്ടെ. ഇതാണല്ലേ ബാക്ക്. അവസാനം ഇവിടെ ഇരുന്നല്ലേ. രണ്ട് കാര്യം പറട്ടെ. ഇങ്ങോട്ടൊന്ന് ഒരു സെക്കൻഡ്. ചന്ദ്ര നിങ്ങളോട് ജസ്റ്റ് ഒരു കാര്യം പറയട്ടെ. എനിക്ക് അർജന്റ് ഇത് കണ്ടപ്പോഴേ ഓർത്ത്. ആ ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന പച്ച വിടവിട്ട ആൾക്കാരെ കണ്ടായിരുന്നാ? ഇല്ല അത് കീജി അല്ലേ, കേവി. അത് ഓ ഇവിടെ അവന്മാർക്ക് പച്ചയല്ലല്ലേ അണ്ണ. ഏ സ്വിച്ചിലെ അവരെ കളി കണ്ടു വന്നേ. അതാ ഞാൻ പറഞ്ഞ നമ്മുടെ തല്ല് മേടിച്ചിട്ടേ അപ്പുറത്ത് പോയി ഡയോസിന്റെ പൊരുതേ മേടിച്ച്. ഇപ്പൊ ഇതാണ് ഓടി നടന്ന് അടിക്കാൻ നോക്കുക. എല്ലാരും അടിച്ച് മാസമായിട്ട് നമ്മളടുത്തോട്ട് വരാനുള്ള പ്ലാൻ ആയിട്ടൊക്കെ. ഇതൊക്കെ തന്ത്രമല്ലേ അവരെ. എനിക്ക് പറഞ്ഞ ഇപ്പൊ പ്രൈമിലാണ്. പഴയ പണ്ടത്തെ ടി ജി എല്ലാവരും അടി മേടിക്കുന്ന ടി ജി ഇല്ലേ? സത്യം ഇവർക്ക് നല്ല ഇടയ്ക്ക് നല്ല പേരുണ്ടായിരുന്നു ശരിക്കും. അത് നമ്മളോട് അടികൂടി ആ പേരങ്ങ് പോയി. ഇനി 4 വാർ എന്ന് ജയിക്കും. 5ാമത്തെ വാർ നമ്മളായിട്ടാ. പിന്നെ അതെ 3 വാർ ഏതെങ്കിലും അച്ചിലൊക്കെ അടിച്ചു കഴിയുമ്പോൾ ഇവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ആവും. പിന്നെ അളിയാ നാളത്തെ വീഡിയോ ഇറങ്ങി കഴിയുമ്പോ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വേറെ ചോദിക്കാനുണ്ടായിരുന്നു. എന്തുകൊണ്ടാ ഷൗടെക്സിനെ നല്ല രീതിയിൽ കണ്ടല്ലേ വെളിയില്? അണ്ണാ ഒരു ദിവസം കിടന്ന അവൻ്റെ കൂടെ. എന്തേലും നല്ലത് എന്തേലും ഉണ്ടോ പറ. ഞാൻ കണ്ടില്ല ഒന്നും. ചെയ്ത് വെച്ചിട്ടുണ്ടോ തന്നെ? സമാധാന പിള്ളേർക്ക് വെട്ടാൻ ഒന്നും കൊടുക്കില്ലെന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട്. ആണല്ലേ? അതെ നാളെ 6 മണിക്ക് വരും സാധനം. ഇതിപ്പോ നമ്മളിപ്പോ എന്തിനാണ് വന്നത് ആക്ച്വലി? അല്ലയാ ഇവിടെയാണ് ടർഫ് ഓപ്ഷൻ നടക്കുന്നത്. ഇതൊന്നും അറിയത്തില്ലെങ്കിൽ പറഞ്ഞുതരാം. നമുക്ക് ലോയൽറ്റി പോയിന്റ് വെച്ചിട്ട് വിളിക്കാം. നമ്മുടെ കയ്യിൽ ഇപ്പം 3300 പോയിന്റ് ഉണ്ട്. ഒരു ലോയൽറ്റി ഒരു ടർഫ് കാർഡ് എന്ന് പറഞ്ഞാൽ 100 പോയിന്റ്. അപ്പൊ 3300 പോയിന്റ് എന്ന് പറഞ്ഞാൽ 33 കാർഡ്. ഫുഡ് എന്റെ ഇല്ലടാ, സത്യമായിട്ടും ഇല്ല. എന്റെ ഇല്ല, എന്റെ ആകെ ഒരു കാപ്പിച്ചീനോ മാത്രം ഉണ്ട്. അത് ഞാൻ കുടിക്കുക ഇപ്പൊ 38%.
ഗൈസ് നാളെ 6 മണിക്ക് എല്ലാരും വന്നേക്കണേ. ചാറ്റ് കത്തിക്കണം. അത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ളൊരു സാധനം ഉണ്ട്. അത് ഞാൻ ഇപ്പോഴും പറയാം. നിങ്ങൾക്ക് കണ്ട് ഒരു 27 മിനിറ്റ് നിങ്ങൾക്ക് ഒരു പോപ്കോൺ തിന്നിരിക്കാനുള്ള സാധനം ഉണ്ട്. അണ്ണാ നമുക്ക് എത്ര കാർഡിന്റെ കുറവുണ്ട്? ഞാൻ അറേഞ്ച് ചെയ്യാം. നിന്റെ അച്ഛൻ കൊണ്ടു തരുമോ ഈ കാർഡൊക്കെ? അണ്ണാ ഞാനൊരു കാര്യം പറയട്ടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ കുറെ ഗ്യാങ്ങുകളായിട്ട് നല്ല സൗഹൃദ ബന്ധം. അണ്ണ ഇച്ചായനായിട്ടൊക്കെ എന്താണ് കണക്ഷൻ? ഇച്ചായനും കുമ്പനായിട്ടൊക്കെ എന്ത് കണക്ഷൻ അണ്ണയുടെ ഇടയ്ക്കിടെ ചോദിക്കാറില്ലേ? ഞാൻ ഇവരായിട്ടൊക്കെ കുറച്ച് കണക്ഷൻസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ചില ഉപയോഗങ്ങളൊക്കെ ഉണ്ട് അവരെ പറ്റി. ഇതാണ് ഇപ്പൊ നമ്മുടെ കുറവാണെങ്കിൽ ഞാൻ അണ്ണ എനിക്കൊരു ഉറപ്പുണ്ട്. ഞാൻ പറഞ്ഞ KV നമുക്കൊരു 5 കാർഡെങ്കിലും തരാതിരിക്കൂല. ഞാൻ ഒരു കാര്യം പറയട്ടെ. കഴിഞ്ഞ ദിവസം ഒരു ഗ്യാങ് വന്നായിരുന്നു ഇവിടെ. CP എന്ന് തോന്നുന്നു. ഏതോ ഒരു ഗ്യാങ് 5 കാർഡും കൊണ്ടാ വന്ന. 5 കാർഡ്. പക്ഷെ അവന്റെ കോൺഫിഡൻസ് കാണുമായിരുന്നു അവന്റെ കണ്ണിലെ. എല്ലാ ടർഫിനും 5 വിളിക്കും ആദ്യം. ഒരാളെ 5-ന് പോലെ KVP എന്ന് തോന്നാ. 5-ന് മുകളിൽ ആരെങ്കിലും കയറ്റി വിളിച്ചാൽ പിന്നെ മിണ്ടൂല്ല. എടാ സമ്മാനം കിട്ടുന്നതിലല്ല പാർട്ടിസിപ്പേഷനിലാണ് കാര്യമെന്ന് എനിക്ക് അന്നാ മനസ്സിലായത്. അതൊക്കെ അങ്ങനെയാണ്. നമ്മളിപ്പോ നോർമലി പറയാം 5 പറയും. അങ്ങനെയല്ല പറയണം അവര്. 5 കാർഡ് കോൺഫിഡൻസ് അല്ലേ? കോൺഫിഡന്റ് വിളി അണ്ണാ ഞാൻ പറഞ്ഞ അണ്ണൻ അതുപോലെ കയറ്റി വിളിച്ചാൽ മതി. അണ്ണൻ ആ ഒരു നിനക്ക് വേറെ കാര്യം അറിയാം. നമ്മുടെ കയ്യിലുള്ളതിന് മുകളിൽ വിളിച്ചാ അത് കൊടുത്തില്ലെങ്കിൽ പോയി. കട്ട വെയിറ്റിംഗ് അണ്ണന്ന് അതായത് 10 കാർഡ് ഇങ്ങനെയൊക്കെ വിളിച്ചാൽ അണ്ണാ. ഇപ്പൊ നമ്മൾ മൈ ടർഫിൽ വിളിക്കാൻ പറഞ്ഞ പിന്നെ ഞാൻ KV എടുത്ത് കിട്ടാൻ മര്യാദ വിളിക്കുന്നത്. മൈ ടർഫ് വിളിക്കണമെന്ന് പറഞ്ഞല്ലോ അമ്മ അടുത്ത്. KV ഒന്നും മണി ടർഫ് വിളിക്കൂല. പിന്നെ ആര് വിളിക്കും? മണി ടർഫ് വിളിക്കുന്നവരെല്ലാം പോയി ഇതാക്കാൻ പോവാണോ? കഴിഞ്ഞ വട്ടം മണി ടർഫ് ആരായിരുന്നു വിളിച്ചത്? അണ്ണ ഇങ്ങോട്ട് വന്ന ഇപ്പൊ ഞാൻ കാണിച്ചു. ഇതൊക്കെ നമ്മുടെ ടാക്ടിക്സ് അല്ലെങ്കിൽ പറഞ്ഞ. ടോക്കിയോ. ഹലോ അച്ഛനെ, ഏത് വിളിക്കാനാ പ്ലാന്? നമ്മള് സൈപ്രസ് സ്നൈപ്പറാ? അങ്ങനെ ഒരു ടർഫ് ഉണ്ട് ഇവിടെ ചന്ദ്ര. ഓക്കെ ബ്രോ. മൈ ടർഫിൽ കണ്ണൊന്നുമില്ലല്ലോ? ഇല്ല. താങ്ക് യു ബ്രോ. ഹലോ എടാ ഒന്ന് വരാ, ഒരു കാര്യം പറയാനാ. അതെ, ഏത് ടർഫ് വിളിക്കാനാ പ്ലാന്? വിളിക്കുന്നേ ഇല്ല, ചുമ്മാ വന്നേ. എത്ര പോയിന്റ് ഉണ്ട് കയ്യില്? എത്ര കാർഡുണ്ട്? കാർഡാക്കിയില്ല. 6400 പോയിന്റ് ഉണ്ട്. കുറവാ. പക്ഷെ എല്ലാരും നല്ല. നിങ്ങൾ എത്ര ഉണ്ട്? നമ്മുടെ 12,000 എന്തോ ഉണ്ട്. 12,000? ഓ, നമ്മള് എല്ലാരും ഭയങ്കര ആക്റ്റീവ് ആണ്. സെറ്റ്. അപ്പൊ എന്തായാലും നിങ്ങൾ വിളിക്കുന്നില്ലല്ലോ? ഓക്കെ, സീനില്ല. സൈഫർ ഫ്ലാറ്റ് വിളിക്കാനുണ്ട്, അല്ലെങ്കിൽ ഈസോയി വിളിക്കാനും മണി ടർഫാ? സത്യം പറഞ്ഞ മണി ടർഫ് ഇപ്പൊ ഭയങ്കര നഷ്ടമാ. ഞങ്ങൾക്ക് അത് ആവശ്യമല്ലേ, കാരണം പണിയെടുക്കാൻ വയ്യേ. വിളിക്കാണ്ടിരിക്കാൻ പറ്റും മൈ ടർഫ്? അതെന്താ? കാശര അല്ല, നമ്മൾ വിളിക്കാൻ വേണ്ടിട്ടാ. ഞങ്ങള് സൈബർ ഫ്ലാറ്റ് കിട്ടിയില്ലാന്നുണ്ടെങ്കിലേ വിളിക്കുള്ളൂ. ഓക്കെ അഡ്ജസ്റ്റ്മെന്റിൽ പോണേ ബ്രോ, പ്ലീസ്. നമ്മളത് പരിഗണിക്കും. അങ്ങനെയാണ് ഇവര് സൈബർ ഫ്ലാറ്റ് വിളിക്കും. ഇവര് രണ്ടുപേരെ വിളിച്ച് കോംപ്രമൈസ് ചെയ്താലത് അവരൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആണല്ലേ? സീനില്ല. ഓക്കെ നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ബ്രോ എത്ര കാർഡുണ്ട് സൈബർ ഫ്ലാറ്റ് വിളിക്കാൻ? അത്യാവശ്യം അവര് അത് വിളിക്കാൻ വേണ്ടിരിക്കുക. അപ്പൊ അവരുടെ അടുത്ത് സംസാരിച്ച് പേടിപ്പിക്കാം. നമ്മളത് പിടിച്ചിട്ട് പോകുന്നു. നമുക്ക് അതിന് മാത്രമേ ഉള്ളൂ. അത്രയും കൂടെ നമ്മുടെ ഒരു ഈഗോ അത് മാത്രമേ. അപ്പൊ എന്തായാലും അവന്മാര് കൊണ്ടുപോയി. ഇല്ല, അവനെ വിളിച്ചോട്ടോ. ഞാൻ ഇടത്തെ കടണ്ടറിയാം. ഹലോ എടാ, ഞങ്ങള് നമ്മള് ഇത് മറ്റേ നമ്മുടെ കോള് വിളിക്കണം എല്ലാരും വരാൻ വേണ്ടിട്ട്. ആദ്യം നമ്മള് റാഞ്ചോ റാഞ്ചോ ആണോ? സെറ്റ്.
റാഞ്ച് ഇപ്പൊ സി എമ്മിന്റെ കയ്യിലല്ലേ? ആ അതെ സിഎമ്മിന്റെ ഇല്ല അപ്പൊ നിനക്ക് ഒരു സെക്കൻഡ് ഇങ്ങോട്ടോ. എന്നെയാണോ? അല്ല അവനെ കൂടി വിളിച്ച അവിടെ മിസ്റ്റർ സീക്കിന്. അതെ എടാ ഈസ്റ്റ് 5 വിളിക്കാണ്ടിരിക്കാൻ പറ്റും. ഈസ്റ്റ് 5 വിളിക്കൂലല്ലോ, കണ്ണില്ലല്ലോ ഈസ്റ്റ് 5. ഞങ്ങള് വിളിക്കുന്നേ ഇല്ല. ഓൾറെഡി പറഞ്ഞു ചന്ദ്ര, നീ ഇനി പറഞ്ഞു വിളിപ്പിക്കുന്നത് ദയവ് ചെയ്ത്. ശരി ശരി ഓക്കെ ഇല്ലില്ല വിളിക്കുന്നില്ല. ഓക്കെ ബാക്കി നമ്മളെത്തി. സൈഫർ ഫ്ലാറ്റ് ആരും വിളിക്കുന്നില്ല ഇവിടെ. അത് കിട്ടും അത് കിട്ടും. ഓക്കെ ഓക്കെ അണ്ണവാ. എടാ അവൻ ഹലോ ബ്രോ ഏത് വിളിക്കാനാ പ്ലാന്? അത് തീരുമാനിച്ചിട്ടില്ല. സൈഫർ ബ്ലാക്ക് ബ്രോ അതിന് ഓക്കെ ഓക്കെ അതിന് ആൾക്കാർ കുറവാ ശരിക്കും. ഈസ്റ്റ് 5 വിളിക്കാൻ പ്ലാൻ ഇല്ലല്ലോ, നമ്മൾ വിളിക്കാൻ വേണ്ടിട്ടാണ് നമ്മുടെ ഇല്ല സൈഫർ ബ്ലാക്ക്. ഓക്കെ 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 എന്നാ ടോക്ക് ചെയ്ത് പോരാ. എന്നെ ചിലപ്പോ കാണൂലേ? കേട്ടോ ഇന്നലെ കൂടെ അടിയായതുള്ള രാത്രി. ഇല്ല ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എല്ലാ ബന്ധം അത് ഞാൻ എന്തിനാ ഈ ഗ്യാങ്ങുകളായിട്ട് തമ്മില് ഇപ്പൊ മനസ്സിലായി. അണ്ണ കുറച്ച് റൂഡായിട്ട് എന്നാലും ഞാൻ കുറച്ച് മയത്തിലേക്ക് ഹലോ ബ്രോ 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 കേക്കട്ടെ. കാര്യം പറയാനൊന്നും ബ്രോ നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമാണ് ഇന്നലെ എല്ലാം? ബ്രോ നിങ്ങൾക്ക് ഏത് ടർഫ് വിളിക്കാൻ നോക്കണേ? 100 പോയിന്റിന് ഒരു ലോയൽറ്റി കാർഡാണ്. അപ്പൊ അതിനനുസരിച്ച് മാത്രം വിളിക്കുക. ഓക്കെ ഈസ്റ്റ് 5 നിങ്ങളുടെ അല്ലേ ഇപ്പം? G47 ഓക്കെ ഓക്കെ. ഇപ്പൊ ഈസ്റ്റ് 5 വേറെ കണ്ണൊന്നുമില്ല, നമ്മൾ വിളിക്കാൻ വേണ്ടിട്ടാണ്. ഓക്കെ ഓക്കെ താങ്ക് യു ഓക്കെ മനസ്സിലായോ ചന്ദ്ര? നിന്റെ ബന്ധങ്ങളുടെയൊക്കെ ആഴം അല്ലെങ്കിൽ അതിന്റെയൊക്കെ വില നീ മനസ്സിലാക്കാൻ പോണത് ഈസ്റ്റ് 5 എന്ന് അവിടെ വിളിക്കുമ്പോ ആരൊക്കെ വാ തുറക്കുന്നു നീ നോക്കിക്കോണം. അതിൽ പിന്നെ നീ ഇവരോടൊന്ന് സംസാരിക്കു പോയിട്ട് വിളിക്കു പോലും ഇല്ല, നേരെ കണ്ടത് ചിരിച്ചു പോലും നീ കാണിക്കൂല. നീ ഇപ്പൊ പോയി സംസാരിച്ചവന്മാരൊക്കെ ക്ലാസ് വിളിക്കും. നമ്മൾ ഇരിക്കാം അവരെ വിളിച്ചു ഒരു ഇടിച്ചാരെപ്പോഴും സംസാരിച്ചിട്ട് ഒന്നില്ല. നമുക്കിവിടെ ഇരിക്കാം. ആകെ 20 പോയിന്റേ ഉള്ളൂ വിളിക്കാൻ വേണ്ടി. 20 പോയിന്റ് ഉള്ളു കേട്ടോ. ഇത് അൺനോൺ അല്ലേ? 20ന്റെ മേലെ ഓരോരുത്തർ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും വിളിക്കാൻ പറ്റൂല. അടിച്ചോ നീ? അതൊന്നും വരുന്നില്ല. നമ്മുടെ പോയിന്റ് ഇതൊക്കെ നമ്മളെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിട്ടാ, മനസ്സിലായ? കള്ളന്മാരല്ലേ ഇതെല്ലാം. KB ഉണ്ട്, TV ഉണ്ട്, CM ഉണ്ട്. അറ്റത്തിരിക്കുന്ന ഗ്യാങ് ഏതാ? TP ആണ്. ആർക്കറിയാം ഇതൊക്കെ ആരാ? എനിക്കത് അറിയണ്ടേ? എനിക്കിത് ഈസ്റ്റ് എന്ന് പറയുമ്പോഴേ ഇവിടെ റേഡിയോ അപ്പോഴത്തേക്കും 5, 10, 15, 20 ഇതൊക്കെ പറഞ്ഞപ്പോ ഇതുവരെ ഇല്ലാത്ത വിളി വരുമെന്ന് നോക്കിക്കോ. ഒരു സംശയമില്ല. ബ്രോ നല്ല ഡ്രസ് ആട്ടാ നിങ്ങളുടെ ഫ്രണ്ട് ഇരിക്കണ. ഇത് ഏത് ഗ്യാങ്ങാ ബ്രോ? ഏത് ഗ്യാങ്ങാ കണ്ടൂടെ എനിക്ക്? ഓ എടാ ഫ്രണ്ടിലാണ് നിങ്ങളെ പേരുള്ള. ഞാൻ ഇതായിപ്പോയി, സോറി. നിങ്ങളെല്ലാം സൈലന്റ് ആയേ. ചാറ്റിൽ ഭയങ്കര ബഹളം. മിസ്റ്റർ എക്സ് വഴക്ക് പറയും, അറിയാലോ ഇവിടെ കിടന്ന് അലക്കാൻ പാടില്ലെന്ന്. എല്ലാം കൂടെ കിടന്ന് സോറി അണ്ണ, ആ സീരിയസ്നെസ് മനസ്സിലാക്കി ബിഹേവ് ചെയ്യ്. ഇവനെ കൊണ്ട് വന്നത് ഇതിക്ക് ഈ ടർഫ് എന്തായാലും കിട്ടാൻ പോകുന്നുള്ളടാ. ഇത് എന്തായാലും കിട്ടാൻ പോകുന്നില്ല. ഈ ടർഫ് കിട്ടൂല.
ഏതാ വിളിക്കുന്നത്? ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റൂല. പിന്നെ അവസ്ഥ വെറുതെ വന്നാണോ? കാണാൻ വന്ന ആരൊക്കെ എന്തൊക്കെ വിളിക്കുന്നത് കാണാൻ വന്നു. ഓക്കെ ഇവർക്ക് എന്താ വിളിക്കാൻ പറ്റാത്ത 2 ടർഫ് ഉള്ളോണ്ടാണോ? PG വന്ന് എടാ ഇച്ചായി വന്നില്ലേ? ഇച്ചാൻ വന്നില്ല. ആ നിങ്ങളെങ്ങനെ 3 പേര് കയറിയാ? സ്പെഷ്യൽ പെർമിഷൻ ആണ്. നമ്മൾ ചോദിച്ചപ്പോ പറഞ്ഞു 3 പേര് പറ്റത്തില്ലെന്ന് പറഞ്ഞു. 3 കോലിയുടെ അങ്ങനെ ആര് ഡ്രാഗനാ? എന്നാ സെൻട്രൽ ഇരിക്കുന്ന പുള്ളിയത് മെയിൻ ആണല്ലേ? കാട് വെച്ചാലോ? കാട് വെച്ചാലോ? കാർഡ് അങ്ങനെ പറ്റത്തില്ലടാ കൊടുക്കാൻ. ഒരു മിനിറ്റ് ഞാൻ യൂസർ 30-ഉം 29-ഉം പേര് തരണ. യൂസർ 29 ജിപ്സിയാണോ? ഇതെന്ത് സ്ക്രീൻഷോട്ട് എടുക്കണത്? ഞാൻ ആ കീഴിൽ നിൽക്കുമ്പോ കത്തിപ്പോ മറ്റേതാ അയ്യോ ഇല്ല യൂസർ 29 ആരാ? മാറ്റി സാറേ മാറ്റി സാർ. ദിസ് ഗൈ. സോ ടർഫ് ഓപ്ഷൻ തുടങ്ങാൻ പോവാണ്. സോ കുറച്ച് ബേസിക് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. കാർഡ് മേടിക്കാൻ പറ്റും. 100 പോയിന്റ്സ് ആണ് ഒരു ലോയൽറ്റി ഒരു കാർഡ് വരുന്നത്. ഒരു ടർഫ് കാർഡ് 100 ലോയൽറ്റി പോയിന്റ്സ് ആണ്. എല്ലാ ഫാമിലീസും അത് ടിക്ക് ചെയ്യുക. നിങ്ങളുടെ കയ്യിലുള്ള പോയിന്റ്സിനുള്ള ഓപ്ഷൻ മാത്രമേ കോൾ ചെയ്യാവൂ. ഇൻ കേസ് ഒരു ഫാമിലി ഓപ്ഷൻ കോൾ ചെയ്തു, ആ ഫാമിലിയുടെ കയ്യിൽ തരാനുള്ള കാർഡ് ഇല്ലെങ്കിൽ അത് തൊട്ട് താഴെ വിളിച്ച് ഏത് ഫാമിലിയാണ് അവർക്ക് പോകും. 34. സോ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വെച്ചാൽ ഫാമിലി അവരുടെ ഫാമിലി നെയിം പറയുക, എത്ര പോയി കാർഡാണ് അവർ വിളിക്കുന്നതെന്ന് ഷെയർ ചെയ്യുക. സോ എല്ലാ ഫാമിലീസിനും ഒരു അറ്റാക്കിംഗ് ആണ് വിളിക്കാൻ പറ്റുന്നത്. സോ ഇന്നത്തെ ഓപ്ഷനിൽ നമുക്കുള്ള 5 ടർഫിലും എല്ലാ ഫാമിലീസിനും പാർട്ടിസിപ്പേറ്റ് എക്സെപ്റ്റ് KVA. കറന്റ് KVAയുടെ കയ്യിൽ 2 ടർഫ് ഓൾറെഡി ഹോൾഡിംഗ് ആണ് അവര്. അപ്പം KVAക്ക് കറന്റ് ഉള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ കയ്യിലുള്ളൊരു ടർഫ് ലീവ് ചെയ്തിട്ട് വേറെ അറ്റാക്കിങ് വിളിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ലീവ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ വന്നറിയിക്കുക. ഇല്ല ഓക്കെ. സോ നമുക്ക് ടർഫ് കോളിംഗ് സ്റ്റാർട്ട് ചെയ്യാം. KVയോട് കാർഡ് ചോദിക്കും. KVയോട് സോ നമുക്ക് ആദ്യം തന്നെ ചേംബർലിൻ ഹിൽസിന് ഓപ്ഷൻ പോവാം. കറന്റ് അത് ഹോൾഡ് ചെയ്യുന്നത് KVA ആണ്. സോ നമുക്ക് ഫസ്റ്റ് 1 ടർഫ് കാർഡിനാണ് ഇത് തുടങ്ങാൻ പോകുന്നത്. സോ ഫാമിലി നെയിം പറയുക, എത്ര കാർഡാണോ നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുക. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? ക്ലിയർ. ഓക്കെ, അപ്പം ചേംബർലിൻ ഹിൽസ് KVA ഹോൾഡ് ചെയ്യാണ്. അപ്പം അറ്റാക്കിങ്ങിന് കോൾ ചെയ്ത് തുടങ്ങിക്കോ. KVP 5 കാർഡ്. ഓക്കെ, KVP 5 കാർഡ്. അതേയുള്ള പറയും. ചേംബർലിൻ TJ 10 കാർഡ്. DX 15 cards. Okay, DX 15 cards for Chamberlain. ഇത്രയും ഗ്യാങ്സ് ഉള്ളോടാ ഇവിടെ. DX 15 cards for Chamberlain Hills. KVP. 17 cards KVP Chamberlain Hills. ഓ KVP 17 കാർഡൊക്കെ ഇറക്കിയാണ് ഈ വട്ടം. 17 cards KVP first call. KVP ഡിഫെൻഡിങ് അറ്റാക്കിംഗ് ആണ് കോൾ ചെയ്യുന്നത്. ചേംബർലിൻ ഹിൽസ് ആണ് KVP. 17 കാർഡ് സെക്കൻഡ് കോൾ. കിട്ടില്ല. KP ആണോ ഇപ്പൊ വിളിച്ചത്? ഇവര് SRR ആയിട്ട് സിറ്റുവേഷൻ അല്ല കേട്ടാ, അതാണ് അവർ അങ്ങനെ വന്നിരിക്കുന്നത്. KP 20 കാർഡ് ഫോർ ചേംബർലിൻ ഹിൽസ്. കത്തിപ്പോയോ? KVP
നിങ്ങളല്ലേ KVP ആണ്? 22 KVP. നിങ്ങളല്ലേ റിപ്പീറ്റ് ചെയ്യ 22 KVP ചേംബർലിൻ ഹിൽസ് 22 TGA മെറ്റി അടിച്ചു KVP ചേംബർലിൻ വന്നിരിക്കുകയാണ്. ഇവിടെ മെറ്റി ഒന്നും അടിക്കണ്ട, ഇവിടെ എല്ലാ ഗ്യാങ്ങും വന്നേ പറ്റുള്ളൂ. നിങ്ങളുടെ പോയിന്റ്സ് ശ്രദ്ധിക്കണേ, കാരണം 100 പോയിന്റ്സ് ആണ് ഒരു ടർഫ് കാർഡ്. 25 TGA ചേംബർലിൻ ഹിൽസ് ഫസ്റ്റ് കോൾ. 25 കാർഡ്സ് ചേംബർലിൻ TGA. 26 കാർഡ്സ് ചേംബർലിൻ ഹിൽസ് KP. KP കൊണ്ടുപോയേട്ടാ. 26 കാർഡ്സ് ചേംബർലിൻസ് KP. 26 കാർഡ്സ് ചേംബർലിൻസ് KP ഫസ്റ്റ് കോൾ. 26 കാർഡ്സ് ചേംബർലിൻസ് KP. വിളിക്കാതിരിക്കുന്ന അവരുടെ നല്ലത്, ഇനി അവരുടെ കൂടെ മേടിക്കേണ്ടി വരും. 27 കാർഡ്സ് TGA ചേംബർലിൻ ഹിൽസ്. 27 കാർഡ്സ് ചേംബർലിൻ ഹിൽസ്. KP 27 കാർഡ്സ് TGA ഫസ്റ്റ് കോൾ ചേംബർലിൻ ഹിൽസ്. 27 കാർഡ്സ് TGA ചേംബർലിൻ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ? 27 കാർഡ്സ് TGA ചേംബർലിൻ സെക്കൻഡ് കോൾ. കാലാപ്പനി എനി ഫാമിലീസ്? ഇവനെന്താ 28 കാർഡ്സ് KP. 28 കാർഡ്സ് KP ചേംബർലിൻ. 28 കാർഡ്സ് TGA 30 കാർഡ്സ് TGA ചേംബർലിൻ. 30 കാർഡ്സ് TGA ചേംബർലിൻ ഫസ്റ്റ് കോൾ. 30 കാർഡ്സ് TGA സെക്കൻഡ് കോൾ. Any more families? ഇതൊക്കെ Third call ചന്ദ്രൻ TGA Chamberlain Hills attacking. Congratulations TGA. TGA ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. കാലാപ്പനി നിങ്ങൾ വിളിക്കുന്നില്ലേ? നിങ്ങൾ അതാ അടുത്ത വിളിക്കാം. എനിക്കൊന്ന് കൈയടിക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഹിൽസിന്റെ. അത് TGA KVAക്കെതിരെ 30 കാർഡ്സിന് കോൾ ചെയ്തിരിക്കുകയാണ്. സോ നെക്സ്റ്റ് ഈസ് ഡേവിസ്. അതും KVയുടെ കയ്യിലാണ് കറന്റ് ഹോൾഡിംഗ് ഉള്ളത്. ഡേവിസ്. സോ ഡേവിസിനായിട്ടുള്ള ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. യു ക്യാൻ സ്റ്റാർട്ട്. ഡേവിസ് ആണ് ഇപ്പൊ വിളിക്കുന്ന കറന്റ് ടർഫ്. നിങ്ങൾക്ക് കോളിംഗ് ചെയ്യാം. ഡ്രാഗന്റെ ഫോൺ നോക്കാൻ പറയൂ. ഹലോ ഡേവിസ് അറ്റാക്കിംഗ് ഫാമിലീസ്. 2 കാർഡ് KVP വിളിച്ചിരിക്കുകയാണ്. 2 കാർഡ് KVP. ആരെപ്പോ വിളിച്ച? EVX 4 കാർഡ്. EVX 4 കാർഡ്. 5 കാർഡ്സ് KVP. 5 കാർഡ്സ് 5 KVP. KVPയുടെ അവസാനത്തെ കോളാണ്. 5 കാർഡ് കഴിഞ്ഞേ. 10 കാർഡ് DX. ഓക്കെ, DX 10 കാർഡ്സ് വിളിച്ചിരിക്കുകയാണ് ഡേവിസിന് വേണ്ടി. DX 10 കാർഡ്സ്. അങ്ങനെ കാർഡ് മേടിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. 12 cards KVP. 12 cards by KVP for Davis first. എനിക്ക് അറിഞ്ഞൂടാ അതിനെ പറ്റി. KVP first call. ഡേവിസ് ആണ് കറന്റ് വിളിക്കുന്നത്. KV ആണ് ഡിഫെൻഡിങ് സൈഡ്. ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ KVP 12 cards. D47 13 cards. D47 13. ആരെപ്പോ വിളിച്ചേ? നിങ്ങളെല്ലാരും വിളിയിടാന്ന് ഇപ്പൊ ഒരു സാധനം കേട്ടില്ലേ? ടോക്കിയോ 13 cards for Davis first call.
Tokyo 13 cards. 15 cards. 15 cards from KVP Davis. 15 cards Davis. T47 60. T47 16 cards for Davis. T47 16 cards for Davis first call. T47 16 cards for Davis second call. KP 20 cards for Davis. KP 20 cards for Davis first call. KP 20 cards for Davis second call. KP 20 cards for Davis. Any more families? So KP 20 cards for Davis third call. Congratulations KP. KP family front lot on. വെറുതെ ഒന്നും പറയണ്ട. ഇത് പക്ഷേ ഇത് രണ്ടും ഒരു ദിവസമാണ്. അത് ശോഭമാണ്. രണ്ടും ഒരു ദിവസം വെക്കണം. സീല്ല 20 കാർഡിന്റെ പോയിട്ടുള്ളൂ. അതൊരു ഷോകാണ്. ഇതിന് റിവാർഡ് കിട്ടിയില്ലല്ലോ. റിവാർഡ് ഇതായത് ഗ്യാങ് സ്ഥലം പിടിച്ചല്ല ഇവര്. So ഫസ്റ്റ് ചേംബർലിൻ ഹിൽസ് കഴിഞ്ഞു, ഡേവിസ് കഴിഞ്ഞു. സോ അടുത്തത് T47 ഹോൾഡ് ചെയ്യുന്ന ഈസ്റ്റ് 5 ആണ് അടുത്ത ഓപ്ഷൻ വരുന്നത്. ഈസ്റ്റ് 5 ഡിഫെൻഡിംഗ് സൈഡ് T47 ആണ്. സോ കോൾ സ്റ്റാർട്ട് ചെയ്തോ. 15 cards by KVP for East 5. 15 cards by KVP for East 5. First call. KVP 15 cards for East 5. First call. 20 cards. TVA 20 cards by TVA for East 5. CM 35. 25 cards by CM. 30 cards by KVP for East 5. 30 cards by KVP for East 5. First call. 32 cards TVA. 32 cards by TVA for East 5. 32 cards by TVA for East 5. First call. 33 cards by KVP for East 5. 35 cards. Family name mention cheyana. TDS by 35 cards for East 5. 35 card by TDS for East 5. First call. 35 by TDS for East 5. First call. എടാ കാർഡ് ട്രാൻസ്ഫർ ചെയ്യാൻ 35 പറ്റില്ല. by TDS for East 5. Second call. 36 KVP. 36 cards by KVP for East 5. First call. 36 card for East 5 by KVP. First call. 36 card by KVP for East 5. Second call. KVP കൊണ്ടുപോടാ. അണ്ണന്തിൽ കാടി തുടങ്ങുമ്പോ എന്താ കാണിക്കുന്നത്? 36 by KVP for East 5. ഞാൻ പിന്നെ പറയാം. Third call. KVP. Congratulations. KVP front lot on the points മേടിച്ചോ. മുടിഞ്ഞു പോകും. നാശിച്ചു പോണേ. ഒരു ഡാൻസും കൂടി കളി. സോ നമ്മള് ഇനി 2 ടർഫും കൂടെ ആണ് ബാക്കിയുള്ളത്. ഒന്ന് റാഞ്ചോയും ഒന്ന് സൈപ്രസ് ഫ്ലാറ്റും. അണ്ണന്റെ അടുത്ത് ഞാൻ സോ എന്താ നമുക്ക് നെക്സ്റ്റ് റാഞ്ചോ ആയിട്ട് പോകാം. റാഞ്ചോ കറന്റ് ഡിഫെൻഡ് ചെയ്യുന്നത് CM ആണ്. റാഞ്ച് ഇവന്മാര് വിളിക്കൂടാ. റാഞ്ചോ is currently defended by CM family. സോ റാഞ്ചോയ്ക്കുള്ള ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. സോ സ്റ്റാർട്ട് ചെയ്തോ. റാഞ്ചോയ്ക്ക് കോൾ സ്റ്റാർട്ട് ചെയ്തോ. TDS 15 card for Rancho. ആരെങ്കിലും വിളിക്കുവാണെങ്കിൽ നമ്മൾക്ക് മുകളിലങ്ങ് വിളിക്കാം. Rancho first call.
34 cards. 34 cards by TVA for അതിന്റെ മോളിൽ Rancho. കൊണ്ടുപോകോ നീ? First call. 34 cards. അത് മതി, കുഴപ്പമില്ല. ആരാ വിളിച്ചത്? 36 കുറഞ്ഞ പോയിന്റ് കൊണ്ടുപോകണ്ട. G47 എനിക്കറിയാം അവന്മാര് 36 വിളിക്കുന്നത്. cards for കാരണം Rancho. അവന്മാരുടെ ഇരുന്ന കാടാ ഇത് കളിയാ, മനസ്സിലായ? അവന്മാരുടെ അടിച്ചെടുത്തതാ. 36 cards അപ്പൊ for ചെറിയ Rancho. പൈസക്ക് അവന്മാര് കൊണ്ടുപോകണ്ട. G47 36 cards for Rancho. 34 ഉണ്ട് നമ്മുടെ, 32 അല്ല 34 ഉണ്ട്. അതെ G47 36 cards for Rancho. Second call. വേണ്ട, 3406 പോയിന്റ് ഉണ്ട് നമ്മുടെ. 47 36 card for Rancho. Second call. G47 36 cards for Rancho. Third call. Congratulations G47. 2 പോയിന്റ് വ്യത്യാസത്തില. എന്നാലും വാ, G47 ഫ്രണ്ടിലോട്ട് ഇത് വേറെ ആർക്കും വിളിക്കണ്ടായിരുന്നു കേട്ടോ. വിളിച്ചിട്ട് മെസ്സേജ് ഞാൻ കണ്ട, അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ്. ഐ എം സോറി, ഞാനിപ്പോ ഈ സൈഡിൽ നോക്കുന്നത്, അതുകൊണ്ട് കറക്റ്റ് അറിഞ്ഞുവിടാം. ഓക്കെ ഓക്കെ ഓക്കെ. ഒലയാടി മോൻ. ചന്ദ്ര അതായിരുന്നു. ആര് വലിക്കുന്നു സൃഷ്ടിക്കണം. അവർക്ക് ഭയങ്കര അഹങ്കാരം. അതുകൊണ്ടാ വിളിച്ചത്. പിന്നെ അവന്റെ അച്ഛൻ്റെ ആണ്. സോ നമ്മുടെ 4 ടർഫ് ഓപ്ഷൻ കഴിഞ്ഞു. സോ ഫൈനൽ ടർഫാണ് സൈപ്രസ് ഫ്ലാറ്റ്. സോ സൈപ്രസ് ഫ്ലാറ്റ് കറന്റ് ഓപ്പൺ ഫോർ ഓൾ ആണ്. അതായത് ഡിഫെൻഡിങ് സൈഡും അറ്റാക്കിംഗ് സൈഡും കോൾ ചെയ്യാം. സോ സൈപ്രസ് ഫ്ലാറ്റ് കറന്റ് ഓപ്പൺ ഫോർ ഓൾ ആണ്. ഡിഫെൻഡിങ് സൈഡും കോൾ ചെയ്യാം, അറ്റാക്കിംഗ് സൈഡും കോൾ ചെയ്യാം. സോ ആദ്യം തന്നെ നമ്മൾ ഡിഫെൻഡിങ് സൈഡാണ് കോൾ ചെയ്യാൻ പോകുന്നത്. സൈപ്രസ് TV 34. ഓക്കെ, 34 cards for defending. എല്ലാവരും അതിന് ബോളിലോട്ട് വിളിച്ചാൽ മതി. BCZ 40 cards for Cypress Flat. Defending side ആണ് വിളിക്കുന്നത് ഇപ്പോൾ. 40 cards by BCZ. അടുത്ത ആഴ്ച വേറൊക്കെ കുറെ ഇറങ്ങും കേട്ടോ. കാർഡ് അങ്ങനെ First call. 40 cards for Cypress Flat by BCZ. Second call. Anyone? TPA 41 cards for Cypress Flat defending. TPA 40. Police? BCZ 42 cards defending Cypress Flat. EPA 43 cards for Cypress Flat defending. EPA 43 cards for Cypress ഒന്ന് പോടാ കൊണ്ടേ. defending. First call. എന്നാ പോയാലോ, ഇറങ്ങിയല്ലോ നമുക്ക്. പോവാണ് ഗൈസ്. 43 cards by BCZ for Cypress Flat. 43 നമ്മൾ വിളിച്ച Sorry. Sorry, 44 cards പോയിട്ട് by വന്നു. BCZ for Cypress Flat. First call. 45 cards by TPA for Cypress Flat. First call. അയ്യോ ഒക്കത്തില്ല, നിർത്തി പോടാ 45 കണ്ടുകളെ. cards by പുറകിരുന്ന് TPA for Cypress Flat. Second പുറകിരുന്ന് call. മാർച്ചാറ്റി മെസ്സേജ് ഇടുവല്ലേ. 46 cards by BCZ. നമ്മളല്ല വേറെ ആൾക്കാരാണ്. 46 cards by BCZ for Cypress Flat. First call. 46 cards by BCZ for Cypress Flat defending. Second call. 47 by BCZ. Sorry, കേക്കാവോ? ഞാൻ പറഞ്ഞു. ചന്ദ്ര വെളിയിൽ ഇറങ്ങി സംസാരിക്കാം നമുക്ക്. for defending Cypress Flat. First call. കാർഡിൽ തൊട്ട് നോക്കാൻ അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ മാത്രമാണ് കാർഡൊന്നും ഇല്ലാത്തത് അല്ലേ? TPA Cypress Flat defending. Second call. 47 ആണ് currently. അതെന്താ എല്ലാരും സിറ്റിയിലുണ്ടോ? ഇതെന്താ നമുക്ക് ഇത് പോയിന്റ് കൂടാത്തതാണോ? First call. ആക്ടിവിറ്റി കുറവാണോ നമുക്ക്? 48 cards by BCZ for Cypress Flat defending. ഇത് എങ്ങനെ ഇത്രയും കുറയണത്? Second call. 50 cards by TPA for Cypress Flat. BCZ 51. ആക്റ്റീവ് കുറവാണ്. എല്ലാരും എല്ലാ ദിവസവും സിറ്റിയിലുണ്ടോ? First call. ഞാൻ ആയിട്ട് എല്ലാരും തത്സമയം റെഗുലർ വരുന്നുണ്ട്, എല്ലാരും കളിക്കുന്നുണ്ട്. 52 cards by TPA for Cypress Flat.
നിങ്ങൾ അറ്റാക്ക് 52 cards by TPA for defending Cyprus plus first call. 52 cards by TPA for Cyprus flat second call. 52 cards by TPA for Cyprus flat third call. Congratulations TPA for defending Cyprus flat. Front lot on the TPA. 52 കാടേ 5200 പോയിന്റ്. 5000 മണിക്കൂറിലേ പോയതിപ്പോ. 5000 മണിക്കൂർ പെറ്റിട്ടാ പറ്റില്ല. എടാ നമ്മളെ So നമ്മുടെ 70 last കാർഡിനെ and വിളിച്ചത്. final auction of the day. Cyprus 70 flat കാർഡിനാ മണി attacking ഡ്രോപ്പ് side വിളിച്ചത്. ആണ്. 70 കാർഡിനാ. So defending against attacking against TPA ആണ്. KVP CVP. So Cyprus flat attacking side call ചെയ്ത് തുടങ്ങിക്കോ. TV 34 34 cards by TVA. ഇങ്ങനെ വിളിക്കാത്തെ ഒന്ന് കുറച്ച് വിളിക്കാം. CM 40 cards for Cyprus നമുക്ക് flat വേണ്ട. attacking first call. ആ ഓക്കേ ഓക്കേ. CM 40 cards for Cyprus flat മനസ്സിലായി. first call. 41. അവിടുന്ന് തുടങ്ങിയാ മതി 41 cards for Cyprus flat. This is at 41 cards for Cyprus കുറെ flat first കാണൊക്കെ call. ഇറങ്ങേണ്ടത് എല്ലാവരുടെയും. This is at 41 cards for Cyprus flat second call. അപ്പം പോയാലോ നമുക്ക് പോണ സമയായി. This is at 41 cards for Cyprus flat second call. BC set 41 cards for Cyprus flat final call. Congratulations. BC set. ഓക്കേ നമ്മുടെ ഹോൾഡിങ്ങിന്റെ ഇത് പോവാം. Okay, turf auction കഴിഞ്ഞ ഫാമിലീസ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ പോലെ. സോ ഇതൊരു ജനറൽ ഇൻഫർമേഷൻ ആണ്. ലൈക്ക് റീസെന്റ് നമ്മള് സിറ്റിസൺ സൈഡിന്റെ കയ്യിൽ നിന്ന് നല്ലപോലെ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നതെന്ന് വെച്ചാൽ സിറ്റിയില് ഗൺ സപ്ലൈ ചെയ്യുന്നത് മിസ്റ്റർ എക്സ് ആണ് എന്ന് ഫാമിലീസ് പറഞ്ഞു നടക്കുന്നു എന്നുള്ളൊരു കുറച്ച് ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഫാമിലീസിന്റെ നെയിമും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവരുടെ അടുത്ത് ഗണ്ണ് സിറ്റിസൺ വന്ന് ചോദിക്കുമ്പോൾ ഇന്ന ഫാമിലി പറഞ്ഞു മിസ്റ്റർ എക്സ് ആണ് ഇങ്ങനെ ഗണ്ണ് ഫോർവേഡ് ചെയ്യുന്നതെന്നുള്ളൊരു ഇൻഫർമേഷൻ അവർക്ക് ഫസ്റ്റ് ഒരു അറിയാത്ത ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഫാമിലീസിനെല്ലാം നമ്മൾ സെപ്പറേറ്റ്ലി നോട്ട് ചെയ്ത് കോൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരിക്കലും മിസ്റ്റേക്സ് ആയിട്ടല്ല ഈ ബ്ലാക്ക് ഡീലിംഗ് നടത്തുന്നത്. ഷാഡോസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഗ്രൂപ്പായിട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഇല്ലീഗൽ സൈഡായിട്ട് നമ്മൾ ഡാർക്ക് ചാറ്റ് ഇനിഷ്യേറ്റ് ചെയ്തേക്കുന്നതും നമ്മൾ യെല്ലോ പേജിലോട്ട് ഇല്ലീഗൽ സൈഡ് ഇൻവൈറ്റ് ചെയ്യാത്തതും എല്ലാം ചെയ്ത് വെച്ചേക്കുന്നതിന് ഒരു റീസൺ ഉണ്ട്. ഇതിപ്പം സിറ്റിയിൽ ആര് ചോദിച്ചാലും നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് PD വരെ എത്തിയിട്ടുണ്ട്. മിസ്റ്റർ എക്സ് ആണ് സിറ്റിയിൽ ഗൺ സപ്ലൈ ചെയ്യുന്നതെന്നുള്ള ഇൻഫർമേഷനിൽ സിറ്റിസൺ PD ചെന്ന് പറയുന്നുണ്ടെന്ന്. ഇത് ഒരു പ്രോപ്പർ രീതി അല്ല. നമ്മൾ നിങ്ങളുമായിട്ട് ട്രസ്റ്റ് ചെയ്തൊരു ബിസിനസ് നടത്തുന്നു. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ എല്ലാ ഹെൽപ്പും നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു പ്രശ്നം വന്നാലും ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്താണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെ. എനിക്ക് തോന്നുന്നില്ല ഒരു ഫാമിലീസിന് അതിനെ എതിർത്ത് പറയാൻ പറ്റുമെന്ന്. നമ്മുടെ സൈഡിൽ നിന്ന് ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള രീതിയിൽ അവരുമായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ച് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈവസിയും ഒരു സീക്രസിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതാണ് നിങ്ങൾ കറന്റ് ഡിസ്ട്രോയ് ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്ന കോമൺ ആയിട്ടാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ചെയ്തിട്ടില്ലായിരിക്കാം, അത് ഒഫൻസീവായിട്ട് നിങ്ങൾ എടുക്കണ്ട. ഞാനൊരു കോമൺ ആയിട്ട് എല്ലാ ഫാമിലീസിനോടും, കാരണം നിങ്ങളെ ഞാൻ മീറ്റ് ചെയ്യാറുള്ള ആളാണ്, അതുകൊണ്ടാണ് നിങ്ങളെ ഓപ്പൺ ആയിട്ട് എല്ലായിടത്തും പറയുന്നത്. നിങ്ങൾക്ക് ചെയ്യാത്തവര് കാണും, ചെയ്യുന്നവര് കാണും. പക്ഷെ ഈ ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ പേര് ഇവിടെ അവർ കറക്റ്റ് ആയിട്ട് എത്തിക്കുന്നുണ്ട്. കാരണം ഒരു സിറ്റിസൺ ആണ്, അവർക്ക് അവരുടെ പേഴ്സണൽ ഐഡന്റിറ്റി അല്ലെ അവരുടെ സേഫ്റ്റിയാണ് അവർക്ക് വലുത്. അവരാ ഇൻഫർമേഷൻ നമുക്ക് കൊണ്ട് തരും. പേര് ലീക്കായ അങ്ങനെ ലീക്കായാൽ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ടർഫോ കൺസൈൻമെന്റോ എന്നീ ഒരു കാര്യങ്ങളും നിങ്ങൾ പിന്നെ എക്സ്പെക്ട് ചെയ്യേണ്ട മിസ്റ്റർ സൈഡിൽ നിന്ന്. ഇത് എല്ലാ ഫാമിലീസിനും ഒരു ഫെയർ വാർണിംഗ് ആയിട്ട് തന്നെ തരികയാണ്. കാരണം നമുക്ക് ആ ഒരു പ്രൈവറ്റ് മുന്നോട്ട് കൊണ്ടുപോയാലും നമുക്ക് ഈ ഗൺ സപ്ലൈ ആയാലും കാര്യങ്ങളായാലും നമുക്ക് ഈ സിറ്റിയിലോട്ട് കൊണ്ടുവരാനും അത് നിങ്ങൾക്ക് ടൈംലി എത്തിച്ചു തരാനും പറ്റത്തുള്ളൂ. അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ സൈഡിൽ നിന്ന് പ്രോപ്പർ ആയിരിക്കണം
അത് ആരെയും ടാർഗറ്റ് ചെയ്ത് ഇപ്പൊ കറന്റ് പറയുന്നില്ല, കാരണം അത് പറയേണ്ട ആൾക്കാർ അറിഞ്ഞാൽ മതി. പക്ഷെ നിങ്ങളുടെ സൈഡിൽ നിന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലെ മെമ്പേഴ്സ്, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവരും ഓരോ ഫാമിലിന്റെ ഹെഡാണ്. അപ്പൊ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ ഫാമിലിയിലെ മെമ്പേഴ്സ് പുറത്ത് നടന്ന് മിസ്ട്രക്ട് ആണ് ഇത് തരുന്നത്, അല്ലെ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിസ്ട്രക്റ്റിനോട് പോയി ചോദിക്കുന്നൊരു ഇൻഫർമേഷൻ. നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് പറയാം, ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾക്ക് കണ്ണ് കിട്ടുന്നതിന്റെ അറിയേണ്ട ഡീറ്റെയിൽസ് സിറ്റിസൺ അറിയേണ്ട ഒരു സാധനമല്ല. പിന്നെ ഗൺ സെല്ലിങ് ഇതും നല്ലപോലെ നടക്കുന്നുണ്ട് കറന്റ്. ഓരോ ഫാമിലീസിന്റെ പേരും നമുക്ക് എത്തുന്നുണ്ട്. ആ ഫാമിലീസ് എല്ലാം കമ്മിങ് ഡേയ്സിൽ റെഡി ആയിട്ടിരിക്കുക. അവരുടെ കൺസൈൻമെന്റിനെ അല്ലെങ്കിൽ മിസ്ട്രക്ട് ആയിട്ടുള്ള ഡീലിങ്ങിനെ ഉടനെ തന്നെ അത് എഫക്ട് ചെയ്ത് തുടങ്ങും. നമ്മൾ ഓൾറെഡി നിങ്ങളെ ഇൻഫോം ചെയ്തിട്ടുള്ളായിരുന്നു, നിങ്ങൾക്ക് ഗണ്ണ് തരുന്നത് സീരിയൽ നമ്പർ നോട്ടഡ് ആയിട്ടായിരിക്കും. അപ്പൊ ഈ സിറ്റിസന്റെ കയ്യിൽ നിന്നൊക്കെ വരുന്ന ഗണ്ണുകൾ നമ്മളത് എടുത്തിട്ട് അതിന്റെ സീരിയൽ നമ്പർ മാച്ച് ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ ഏതൊക്കെ ഫാമിലീസിന്റെ നെയിമാണോ വരുന്നത് ആദ്യം ഓൾറെഡി നിങ്ങൾക്ക് വാർണിംഗിന്റെ സ്റ്റേജ് കഴിഞ്ഞു. കാരണം എല്ലാ ഫാമിലീസും പുതിയ സെർവർ നോക്കാം ഷെയർ ചെയ്തതാണ് ഇങ്ങനെ ചെയ്യലെന്ന്. അത് ചെയ്ത് കേട്ട് എന്നിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന സ്ഥിതിക്ക് ഇനി വാർണിംഗ് അല്ല, ആക്ഷൻ ആയിരിക്കും. അതും നമ്മളൊരു 5 CR എന്ന ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അതിന് പുറത്താണ് ഗണ്ണിന്റെ റേറ്റ് ഇവിടെ പൊക്കോണ്ടിരിക്കുന്നത് ഫ്രം ഫാമിലി സൈഡ്. സോ അതിനെന്തായാലും ആക്ഷൻ കാണും. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ഉത്തരവാദിത്തമാണ് അത് നോട്ട് ചെയ്യേണ്ടത്. കാരണം ഒരു ഇഷ്യൂ വരുമ്പോൾ അതൊരിക്കലും നിങ്ങളെ ആ ഫാമിലിയിലുള്ള അത്രയും മെമ്പേഴ്സിനെയും ആ ഫാമിലിയുടെ ക്രെഡിബിലിറ്റിയാണ് അത് അത് ശരിയായിട്ടല്ല നമ്മുടെ ഒരു ഡീലിംഗ് പോകാൻ പോകുന്നത്. സോ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം, ഗണ്ണ് നിങ്ങളുടെ അറിവിൽ വേറെ ഫാമിലീസ് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വന്ന് അറിയിക്കുക. ചെയ്യുന്ന ഫാമിലീസ് ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ മിസ്റ്റർ എക്സ് അല്ല ഒരിക്കലും നിങ്ങൾക്ക് കൺസെപ്റ്റ്, ഷാഡോസ് എന്ന ഞങ്ങളാണ് സപ്ലൈ ചെയ്യുന്നത്. ഈ ഷാഡോസ് എന്ന ഞങ്ങളുടെ ഐഡന്റിറ്റി പോലും നിങ്ങൾ പുറത്ത് പറയേണ്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഹൈഡ് ചെയ്ത് മീറ്റിംഗ് നടത്തുന്നത്, ഹൈഡ് ചെയ്ത് കാര്യങ്ങളെല്ലാം നടത്തുന്നത്. അപ്പൊ ആ പ്രൈവസി നിങ്ങളുടെ സൈഡിൽ നിന്നും കൂടെ കീപ്പ് ചെയ്ത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, സോ ഇത് ആർക്കും ഒരു ഹാർഡ് ഫീലിംഗ് വേണ്ട. ഇതൊരു നമുക്ക് നമ്മുടെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ളൊരു എല്ലാ ഫാമിലീസിനും ക്ലിയർ ആണോ? നിങ്ങൾക്ക് അടുത്ത ടർഫ് ഓപ്ഷൻ നെക്സ്റ്റ് ട്യൂസ്ഡേ തന്നെ കാണും. എല്ലാ അപ്കമിങ് ട്യൂസ്ഡേസ് ഇന്നത്തെ ടർഫ് ഓപ്ഷൻസ് കാണും. ആ ടർഫ് നടക്കാൻ പോകുന്നത് സാറ്റർഡേ സൺഡേസിലായിട്ടായിരിക്കും. അതിന്റെ ഷെഡ്യൂളും വായിക്കാൻ പറ്റുന്നില്ല, മേളിലോട്ട് പോകുന്നില്ല, എത്രേ പോകത്തുള്ളൂ. വേറൊന്നുമില്ലെങ്കിൽ എല്ലാ ഫാമിലി അത് നിങ്ങൾക്ക് ഉടനെ തന്നെ വരും. ഒരു ഒഫീഷ്യൽ ഡീറ്റെയിലിംഗ് അതിനെ പറ്റി വരും, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഓക്കെ എടാ ഞാൻ വന്നടാ ചന്ദ്ര. ഓടിക്കോ. നിന്റെ ഒരു ബന്ധം വെച്ചിട്ട് CM നിന്നോട് എന്താണ് പറഞ്ഞത്? തുടങ്ങിയത് തന്നെ 40 കാർഡില്ല. എന്തിനാ ചന്ദ്ര എന്തിനാടാ പറഞ്ഞ വിളിക്കണമെന്നല്ലടാ പറഞ്ഞ നിങ്ങള്? ഞങ്ങള് വിളിച്ചില്ലെങ്കിൽ വേറെ ആൾക്കാർ വിളിക്കല്ലേ? നമ്മളല്ലേടാ വിളിച്ചത്. നിങ്ങൾ എത്രയാണ് അത് പോയത്? 40 എത്രയാണ് പോയതല്ലേ? 40 വിളിച്ചുള്ളൂ, കൂട്ടി വിളിച്ചില്ല. വെറും 40 വിളിച്ചുള്ളൂ. നമ്മൾ 37 വിളിച്ചപ്പോ നിനക്കൊരു മയത്തി വിളിക്കായിരുന്നല്ലടാ. നിങ്ങൾ 37 വിളിച്ച്. ഓക്കെ, അടുത്തവൻ 40 വിളിക്കും. നീ ഒന്നല്ലെങ്കിൽ നമ്മളെ പരുന്തിനെ നീ എടുത്ത് നമ്മളെല്ലാം പറഞ്ഞു. അതേ കണ്ട നീ എടുത്ത് നമ്മളെല്ലാം പറഞ്ഞ പരുന്താണോ? പിന്നല്ലാണ്ട് എന്റെ കണ്ണിൽ എന്തിരിക്കുന്ന അറിയില്ലേ? എന്റെ കണ്ണിൽ സാമാനം അടിക്കണം, നോക്ക് കണ്ണു തുറന്ന്. ഇതെന്തിനാണ്? പരുന്താണ്. ഇല്ല കണ്ടില്ല. എനിക്ക് പറക്കണല്ലോ എന്റെ ജോലി, ആകാശത്തടന്ന് മറ്റേ കണ്ട പക്ഷികളെ കണ്ടുപിടിക്കാൻ. ഒരു പഞ്ഞം കാണില്ല കേട്ടോ. നീട്ടൊക്കെ സിറ്റുവേഷൻ ഒന്ന് അടിച്ച് തൂറ്റിക്ക് എല്ലാത്തിനെയും. അല്ല 5 പോയിന്റ് അല്ല, നിങ്ങൾ 37 വിളിച്ച് ഞാൻ 40 വിളിച്ചു. വിളിക്കാൻ പാടില്ലെന്ന് റൂളൊന്നും ഇല്ല, അങ്ങനെ ഇതൊന്നും ഇല്ല, ചുമ്മാ പറഞ്ഞതേ ഉള്ളു. പോട്ടെ, അവിടെ സീനില്ല, കുഴപ്പമില്ല. എടാ ഈ ചന്ദ്രന്, എടാ ഇവനെന്തോ പറ്റി കഴിച്ചു ഈ ചന്ദ്രന്. ഒരാളും കൂടി ഉണ്ട്, ഇവിടുന്ന് പോവാൻ വണ്ടിയില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ സിറ്റിയിലൊന്നും ആരും ഇല്ലേടാ. നമുക്ക് പോയിന്റ് ഭയങ്കര കുറവാടാ.
നമുക്ക് പോയിന്റ് ഭയങ്കര കുറവാടാ. നമ്മളുണ്ടെന്നാ എനിക്കൊന്ന് ഫ്രണ്ട്ലി ഫയറിൽ കുറയോ? അങ്ങനെയാണെങ്കിൽ കുറയുന്നതായിരിക്കും. ചന്ദ്രൻ നീ പീരീഡ്സിലാണോ നീ? അല്ല അവന്മാര് നമ്മളെ വാക്ക് പറഞ്ഞല്ലാണ് അത്രയെങ്കിലും പറയണം. അവന്മാർക്ക് പേടിയൊക്കെ വേണം. വാക്ക് പറഞ്ഞൊക്കെ നിന്റെ അച്ഛന്റെ ഗ്യാങ് CM. എന്നാ അതല്ല നമ്മളിപ്പോ ഒരു വാക്ക് പറഞ്ഞ നമ്മളതുപോലെ ചെയ്യില്ലാണ് നമ്മള്. പിന്നെ നീ മണി ട്രിപ്പ് വിളിക്കാൻ വരുന്ന സമയത്ത് വേറൊരുത്തും വിളിച്ചെന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് നമ്മൾ അടി ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഓടിച്ചോളാം. ഒരുവട്ടം എനിക്ക് ഓടിക്കണം. ഇതൊരു ഓടിക്കണം. ഇതെനിക്ക് ഗ്യാങ് ഹൗസ് കൊണ്ട് ലാൻഡ് ചെയ്യണം. ഇതെന്റെ റെപ്യൂട്ടേഷന്റെ പ്രോബ്ലം. ചാറ്റിൽ ഇല്ല ഇത് ഞാൻ ഓടിക്കണം. എനിക്ക് റെപ്യൂട്ടേഷൻ പ്രശ്നമാണ്. കേറ്.